വിജ്ഞാന കേരളം ഉറപ്പാണ് തൊഴിൽ പദ്ധതിയുണ്ട്. തോമസ് ഐസക് മുന്നോട്ട് വെച്ച ആശയമായിരുന്നു പത്തനംതിട്ടയിൽ. അതിങ്ങനെ മുന്നോട്ട് പോകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്താണ് തോമസ് ഐസക് അത്തരത്തിലൊരു ആശയം പത്തനംതിട്ടയിൽ മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ ദൗർഭാഗ്യവശാൽ ഡോക്ടർ ഐസക് അവിടെ പരാജയപ്പെട്ടു പോയി. അവിടെ ആന്റോ ആന്റണിയാണ് ജയിച്ചത്. പക്ഷേ ആന്റോ ആന്റണി ജയിച്ചു പോയി, അതങ്ങനെ നിൽക്കുന്നു. പക്ഷേ ഡോക്ടർ ഐസക് അദ്ദേഹത്തിൻ്റെ പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങിയില്ല. ആ പദ്ധതി പത്തനംതിട്ടയിൽ ആരംഭിച്ച് ഇന്ന് കേരളം മുഴുവൻ വ്യാപിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരുപാട് മനുഷ്യർക്ക് തൊഴിൽ കിട്ടുന്നു എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിലേക്ക് കൂടി ഞാൻ പ്രിയപ്പെട്ടവരെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. തോമസ് ഐസക് പ്രഖ്യാപിച്ച തൊഴിൽ ദാന പദ്ധതി വൻ വിജയം. തൊഴിൽ ദാന പദ്ധതിയെപ്പറ്റി ഏറ്റവും നന്നായി സംസാരിക്കാൻ പറ്റുന്നത് പദ്ധതിയുടെ ഭാഗമായി തൊഴിൽ ലഭിച്ചവർ തന്നെയാണ്. അതിനാൽ അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം. കാരണം ജോലി ഇല്ലാതെ നിന്ന സമയത്ത്, ഒരുപാട് ബുദ്ധിമുട്ടി നിന്ന സമയത്താണ് എനിക്ക് ഈ ജോലി കിട്ടുന്നത്. അതിപ്പം വളരെയധികം പ്രയോജനപ്പെടുന്നുണ്ട്. എനിക്ക് കുടുംബശ്രീ മുഖേനയാണ് എനിക്ക് ഈ ജോലി കിട്ടിയത്. മാർച്ച് 2025 എനിക്ക് ഈ കോൾ വന്നത് ട്രെയിനിങ്ങിനുള്ളത്. വിജ്ഞാന പത്തനംതിട്ട ആൻഡ് ജോബ് സ്റ്റേഷൻകാരെ വിളിച്ച് ഓപ്പർച്യൂണിറ്റി തന്നത്. അപ്പം ഞാൻ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തു. ട്രെയിനിങ്ങിൽ പിന്നെ ഇൻ്റർവ്യൂവും ടെസ്റ്റും ഉണ്ടായിരുന്നു. അത് പാസ്സായി. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഫുൾ സ്റ്റാക്ക് വെബ് ഡെവലപ്മെൻ്റ് ആയിട്ട് IT കമ്പനിയിൽ, ഫ്ലെക്സി ഡിജിറ്റ് കമ്പനിയിൽ. സന്തോഷമുണ്ട് ജോലി കിട്ടിയതിൽ. വിജ്ഞാന കേരളത്തിലൂടെ തിരുവല്ലയിൽ ടൈറ്റസിൽ വന്നായിരുന്നു. അങ്ങനെ അവിടെ പോയി സെലക്റ്റായി. MEC മൈക്രോ എൻ്റർപ്രൈസ് കൺസൾട്ടൻറ്റ്. എൻ്റെ പേര് ശ്രീജ, കവിയൂർ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് വരുന്നു. ഞാനും ഇതുപോലെ ടൈറ്റസ് കോളേജിൽ തൊഴിൽമേള വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജോയിൻ കിട്ടിയതാ തൊഴിൽ. ഇത് നല്ല കാര്യമാണ്. എല്ലാവർക്കും ഒരു തൊഴിലില്ലാത്തവർക്കെല്ലാം നല്ല തൊഴിൽ കിട്ടുന്നത് നല്ലതാണല്ലേ. അത് നല്ല അഭിപ്രായം ഞങ്ങൾക്ക് തന്നെ. ഞാനും ഇവിടെ കോയിപ്പുറം ഗ്രാമപഞ്ചായത്ത് CDSൽ വർക്ക് ചെയ്യുന്നു, MEC ആയിട്ട്. എൻ്റെ പേര് നന്ദനാർ നായർ. എനിക്ക് വിജ്ഞാന പത്തനംതിട്ടയുടെ ഭാഗമായിട്ട് ജോലി കിട്ടി. കുന്നന്താനം മുത്തൂറ്റ് ഫിൻകോർപ്പിലാണ്. അപ്പോൾ ഓണം കഴിഞ്ഞ് ഞാൻ ജോയിൻ ചെയ്യും. ഫീസ് ഒന്നുമില്ല, ഫ്രീ രജിസ്ട്രേഷനാണ്, ഒന്നുമില്ല. നമ്മളവിടെ ചെന്നു, പേര് രജിസ്ട്രേഷൻ ചെയ്തു. കാര്യങ്ങളെല്ലാം ഓൺലൈൻ ബേസാണ്, ഓൺലൈൻ വഴിയാണ് എല്ലാം ചെയ്യുന്നത്. എല്ലാം നമുക്ക് പെട്ടെന്ന് ഒരു സാധാരണക്കാരന് മനസ്സിലാകുന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങളെല്ലാം. നമുക്ക് എത്ര മനോഹരമായൊരു പദ്ധതിയാണല്ലേ. നമുക്ക് ജോലി നമ്മുടെ മുൻപിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ആ പദ്ധതി എന്ന് പറയുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞാൻ നേരത്തെ അവിടെ MP ജയിച്ചു പോയതിനെക്കുറിച്ച് പറഞ്ഞിരുന്നല്ലോ. ഇത്തരത്തിലൊരു രാഷ്ട്രീയത്തിൽ എവിടെയെങ്കിലും നമ്മൾ ആന്റോ ആന്റണിയെക്കുറിച്ച് കേട്ടിരുന്നു? എന്തെങ്കിലും ഇതുപോലെ ഉപകാരപ്രദമാകുന്ന ഒരു പദ്ധതിയിൽ ആന്റോ ആന്റണിയുടെ പേര് കേട്ടിട്ടുണ്ടോ നമ്മൾ? ഇല്ല. പകരം അവിടെ പരാജയപ്പെട്ടു പോയ ഡോക്ടർ തോമസ് ഐസക് ആ നാട്ടിലെ മനുഷ്യർക്ക് മുഴുവൻ ഉപകാരമായി നിറഞ്ഞു നിൽക്കുകയാണ്. പത്തനംതിട്ടയും കിടന്ന് കേരളത്തിലേക്ക് ഉടനീളം അത് വ്യാപിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുകയാണ്. ഇനി ഈ ഓണ സീസണിൽ ഏകദേശം 1 ലക്ഷം ആളുകൾക്ക് തൊഴിൽ ഉറപ്പാക്കുക എന്നതാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ഡോക്ടർ തോമസ് ഐസക്കിനും ചിലത് പറയാനുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. നമുക്ക് അദ്ദേഹം പറയുന്നൊന്ന് കേട്ടാലോ? അതിനുശേഷം സുജുറ്റി ബാബു നമ്മളെ കാത്തു നിൽക്കുന്നുണ്ട് വാർത്തയുടെ വിവരങ്ങൾ നൽകാനായി. ഡോക്ടർ തോമസ് ഐസക്കിന് പറയാനുള്ളത് കൂടി കേൾക്കാം. അങ്ങനെ ഓരോ ജില്ലയ്ക്കും ഓണത്തിന് നൽകേണ്ട ജോലിയുടെ ടാർഗറ്റ് ഉണ്ടായിരുന്നു. മൊത്തം സംസ്ഥാനത്തിന് 1 ലക്ഷം. അതിൽ പത്തനംതിട്ട ജില്ല ആദ്യമായിട്ട് ജില്ല പറഞ്ഞ എണ്ണം തൊഴിലുകൾ നൽകി, അതിനപ്പുറം നൽകി. അതൊന്ന് ആഘോഷിക്കുക. 1 ലക്ഷം പേർക്ക് തൊഴിൽ നൽകാനുള്ള എല്ലാ ഏർപ്പാടുകളും ആയിട്ടുണ്ട്. ഈ മാസാവസാനം മുഖ്യമന്ത്രി ഇത് പ്രഖ്യാപിക്കും. ഓണത്തിന് 1 ലക്ഷം തൊഴിൽ പറഞ്ഞത് നടന്നു. എന്നിട്ട് പുതിയൊന്ന് പ്രഖ്യാപിക്കാൻ പോയ പുതുവത്സരത്തിന് 2 ലക്ഷം പേർക്ക് തൊഴിലുണ്ടെന്ന് കേരളത്തിൽ. അപ്പോൾ തൊഴിലുണ്ട് കേരളത്തിൽ. ആ തൊഴിൽ നൽകാൻ താല്പര്യമുള്ളവരുമുണ്ട്. അവരിലേക്ക് ഉദ്യോഗാർത്ഥികളെ എത്തിക്കുക എന്ന വലിയ ദൗത്യമാണ് ഈ പദ്ധതിയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോകട്ടെ.